ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, മുഹമ്മദ് ഈസായും സകല ഇസ്ലാം സ്നേഹിതരും മുഹമ്മദ് നബി ഉൾപ്പെടെ പൗലോസ് അപ്പോസ്തലനെ നന്നായി ഭയക്കുന്നുണ്ട്. അതിനൊന്നാമത്തെ കാരണം, അദ്ദേഹം എഴുതി വെച്ച, ദൈവത്തിൽ നിന്നും പ്രാപിച്ച് രേഖപ്പെടുത്തിയ വേദശാസ്ത്രം, ഇസ്ലാം മത വേദശാസ്ത്രത്തെ അതിൻ്റെ അടിത്തറ തന്നെ പൊളിച്ചു കളയുകയാണ്. ഇസ്ലാം മതത്തിൻ്റെ വേദശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെ, അവൻ ചെയ്യുന്ന ക്രിയകളിലൂടെ രക്ഷ പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം സ്ഥാപിച്ചത് കൃപയാലുള്ള രക്ഷയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക്, രക്ഷയ്ക്ക്, നിത്യജീവന് സകല കാര്യങ്ങളും പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, തീർത്തു കഴിഞ്ഞു. ഇനി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിശ്വാസത്താൽ പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട് എന്നതാണ്. അപ്പോൾ പ്രവൃത്തി മാർഗത്തിൻ്റെ ഇസ്ലാം തിയോളജിയെ പൗലോസ് അപ്പോസ്തലൻ്റെ കൃപയുടെ സുവിശേഷം പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ ഭയം നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഭയം, പൗലോസ് അപ്പോസ്തലൻ്റെ തിയോളജി, വേദശാസ്ത്രം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്ക്. അദ്ദേഹം പറഞ്ഞ ധാർമ്മിക ജീവിതമുണ്ട്. അത് അദ്ദേഹം പറയുക മാത്രമല്ല, തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഈസ, താങ്കളുടെ പ്രവാചകൻ ഉൾപ്പെടെ താങ്കളുടെ വിശ്വാസമാർഗത്തിൽ ആർക്കെങ്കിലും, ഒരു വ്യക്തിക്കെങ്കിലും പൗലോസ് അപ്പോസ്തലൻ കാഴ്ചവെച്ചിരിക്കുന്ന, അവതരിപ്പിച്ചിരിക്കുന്ന ധാർമ്മിക ജീവിതത്തിൻ്റെ നിലവാരമുണ്ടോ? ഇന്ന് വരെ ആർക്കെങ്കിലും അത് പിന്തുടരുവാൻ പറ്റിയിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലനെ പോലെ ജീവിച്ച ഒരു വിശുദ്ധനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇത് നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന വല്ലാത്ത ഒരു ഭയം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പിന്മാറ്റം എന്ന പേരിൽ ചില മണ്ടത്തരങ്ങൾ അവതരിപ്പിച്ച് ഈ ഭയത്തെ ഒന്ന് ലഘൂകരിക്കാൻ താങ്കൾ ശ്രമിക്കുന്നത്.